ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസവും പ്രാർത്ഥനയ്ക്കായിട്ട് സഭയായിട്ട് കൂടി വരുവാൻ തക്കോണം ഇങ്ങനൊരു അവസരം ദൈവം തന്നു. അതോർത്ത് നമുക്ക് ആദ്യമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം വായിക്കുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ഇനിയും നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ച് പോരുന്നു. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ മുഖവരിയായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതി തന്നെയാണ്. എങ്കിലും മുഖവരിയായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ഏതാണ്ട് AD 49-51 ഇടയിൽ എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. അതുപോലെ തന്നെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കോരിന്ത്യയിൽ താമസിച്ചുകൊണ്ട്, അത് ജയിലിലല്ല, അല്ലാതെ കോരിന്ത്യയിൽ താമസിക്കുന്ന സമയത്ത് എഴുതിയതാണ്. അത് മാത്രമല്ല, ഈ തെസ്സലോനിക്കയിൽ വന്ന് സില്വാനോസും തീമോഥെയോസും പൗലോസും കടന്നു വന്ന് അവിടെ ഈ തെസ്സലോനിക്ക സഭയ്ക്ക് ജന്മം കൊടുത്തതിന് ശേഷം പ്രോസിക്യൂഷൻ മുഖാന്തരം അവിടെ നിൽക്കുവാൻ കൊണ്ട് കഴിയാതെ വണ്ണം പൗലോസ് അവിടുന്ന് പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ അതിനുശേഷം ഈ തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളുടെ വിഷയങ്ങൾ അറിയുവാൻ തക്കണം വളരെ ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ പറഞ്ഞു വിടുകയും തീമോഥെയോസ് തെസ്സലോനിക്ക വിശ്വാസികളുടെ ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൻ്റെതായിരിക്കുന്ന പതനത്തിന്റെയും വിജയത്തിന്റെയും അനുഗ്രഹത്തിന്റെയും എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് അപ്പോസ്തലനായ പൗലോസിനോട് പറയുകയും അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ഒരു എൻകറേജ്മെന്റ് ആയിട്ട് എഴുതുന്ന ഒരു ലേഖനമാണ് ഈ തെസ്സലോനിക്ക ലേഖനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വസ്തുതയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ വായിച്ച ഭാഗത്തേക്ക് നമുക്ക് ഒന്നുകൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. ഈ ഭാഗത്ത് പ്രാർത്ഥനയുടെ 3 പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു പ്രാർത്ഥനയിൽ ആവശ്യമായിരിക്കുന്ന 3 കാര്യങ്ങൾ, 3 പ്രത്യേകതകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട് രാവും പകലുമുള്ള പ്രാർത്ഥന. രാവും പകലും അത് നോക്കുക. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലല്ല, താൻ അനുഭവിക്കുന്ന ശാരീരികമായിരിക്കുന്ന പീഡനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതായിരിക്കുന്ന പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ളതായിരിക്കുന്ന ഉപദ്രവങ്ങൾ നേരിട്ടതുകൊണ്ടോ ഒരു വിഷയമല്ല താൻ പ്രാർത്ഥിക്കുന്നത്. തൻ്റെ കുടുംബകാര്യങ്ങളെ കുറിച്ചുമല്ല. പ്രത്യേകിച്ച് തെസ്സലോനിക്ക സഭ തങ്ങളുടെ പ്രവർത്തനത്താൽ ജന്മം കൊണ്ടതായിരിക്കുന്ന തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതും 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, രാത്രിയും പകലും ഈ തെസ്സലോനിക്ക വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പറയുന്നത് രാവും പകലും വളരെ താല്പര്യത്തോടെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ രീതിയിൽ, ഒരു ആചാരം എന്നുള്ള രീതിയിൽ പലപ്പോഴും നമ്മളൊക്കെയും പ്രാർത്ഥനയ്ക്ക് കൂടി വരുന്നത് ആ ഒരു ആചാരം എന്നുള്ള രീതിയിൽ അതിന് വേണ്ടതായിരിക്കുന്നത് ഗൗരവം കൊടുക്കാതെ, വേണ്ടത്രതായിരിക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കാതെ, ഇന്ന് മീറ്റിംഗ് ഉണ്ടല്ലോ, പ്രാർത്ഥന ഉണ്ടല്ലോ, പ്രാർത്ഥനയ്ക്ക് പോയില്ലെങ്കിൽ എന്താകും എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്. ഈ വാക്ക് നമ്മെ അല്പം ചിന്തിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്. അതായത് രാവും പകലും എന്ന് മാത്രമല്ല, തനിക്ക് വേണ്ടിയോ തന്റെ ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടിയല്ല, പ്രത്യേക തന്റെ പ്രവർത്തനത്താൽ ജന്മം കൊണ്ടതായിരിക്കുന്ന തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് വേറൊരു പ്രത്യേകത, വളരെ താല്പര്യത്തോടു കൂടി എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യം എന്ന് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഒരു താല്പര്യമുള്ള വേറൊന്നും പൗലോസിന്റെ ജീവിതത്തിൽ ഇല്ല. പൗലോസിന്റെ ജീവിതത്തിൽ ഏറ്റവും താല്പര്യമായിട്ട് താൻ കണ്ടിരിക്കുന്നത് തൻ്റെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ നോക്കുക, നാം ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വന്നിരിക്കുമ്പോൾ പ്രിയരെ ഒരു ചെറിയ നിസ്സാര കാര്യമല്ലിത്. ഒരുപക്ഷെങ്കിൽ നാം 10ഓ 12ഓ കുടുംബം മാത്രമായിരിക്കാം, അല്ലെങ്കിൽ 10ഓ 15ഓ പേര് മാത്രമായിരിക്കാം ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ആയിരിക്കുന്നത്. എങ്കിലും
അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വളരെ താല്പര്യത്തോടു കൂടി, എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ മുൻപാകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, തന്റെ സഹവിശ്വാസികൾ, ആരെല്ലാം തന്റെ വചനത്താൽ മുൻപോട്ട് കടന്നു വന്നുവോ അവരുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന A to Z എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും ഓർത്ത് രാവും പകലും പ്രാർത്ഥിക്കണം. വളരെ താല്പര്യത്തോടുകൂടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ പ്രത്യേകത താല്പര്യത്തോടുകൂടി. മൂന്നാമത്തെ പ്രത്യേകത താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. ഒരു സ്റ്റോപ്പില്ല, ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. മോനെ ഞാൻ ഒന്ന് വേറെ രീതി പറഞ്ഞാൽ കോമായിട്ടുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് തീർന്നു, എൻ്റെ ജോലി തീർന്നു, ഞാൻ ഒരു ദിവസം ഒരു നേരം പ്രാർത്ഥിച്ചു, 2 നേരം പ്രാർത്ഥിച്ചു, മതിയല്ലോ, എനിക്കെന്താ, എൻ്റെ ബന്ധത്തിലുള്ളവരാരും അല്ലല്ലോ എന്നുള്ള രീതി അല്ല. പ്രാർത്ഥിച്ചു പോരുന്നു എന്ന് പറയുമ്പോൾ റെഗുലറായിട്ട് താല്പര്യത്തോടെ രാവും പകലും താൻ പ്രാർത്ഥിച്ചു എന്നുള്ള വിഷയമാണ്. ഇന്ന് ഈ സൂം മീറ്റിംഗിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതൊരു വളരെ നാം ചിന്തിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്. നമുക്ക് രാവും പകലും നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്കൊരു വാഹനം വേണമെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി, വിവാഹം, ഈ ജീവിതങ്ങളെല്ലാം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അത് പോരാതെ കണ്ട് നമ്മുടെ ശരീരത്തിന്റെ അംഗമായിരിക്കുന്ന ഓരോ അവയവത്തെ ഓർത്തും നാം പ്രാർത്ഥിക്കണം. അതായത് നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങൾ മാത്രമല്ല, അവരുടെ ക്ഷീണാവസ്ഥയിൽ അവരുടെ ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നാം പ്രാർത്ഥിക്കണം എന്നുള്ളത് ഈ ഭാഗത്ത് നിന്നും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ഈ വിഷയത്തിൽ നിന്നും നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, രാവും പകലും പ്രാർത്ഥിക്കണം, വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിക്കണം, അതുപോലെ തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിഷയത്തിലോട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനിടയ്ക്ക് തീർച്ചയായിട്ടും ഫോൺ ചെയ്ത് ചോദിച്ചു കാണുന്നു. ഫോൺ ഇല്ലെങ്കിൽ തന്നെയും വേറെ ഏതെങ്കിലും മാധ്യമത്തിൽ കൂടി എങ്ങനെയുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു, എങ്ങനെയുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. ചോദിച്ചതിന് ശേഷം, വിവരം അറിഞ്ഞതിന് ശേഷമാണ് പിന്നെയും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പ്രാർത്ഥനാ സ്വഭാവം, ഒരു പ്രാർത്ഥനാ രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ രണ്ടാമതായിട്ട്, എന്തിനു വേണ്ടിയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഈ തെസ്സലോനിക്ക വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്തായിരുന്നു? അത് ആ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി നിങ്ങളുടെ മുഖം കാണുവാൻ, നിങ്ങളെ ഒന്ന് കാണണം. കാരണം തങ്ങളുടെ പ്രവർത്തനത്താൽ ജന്മം കൊണ്ട സഭയിലെ വിശ്വാസികൾ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ തന്നെയും മുഖാമുഖമായി ഒന്ന് കാണുവാനുള്ള ഒരു ആഗ്രഹം. പ്രിയരെ, എന്ത് അഭിവാഞ്ചിയാണ്, എന്തൊരു വാഞ്ചിയാണ് അപ്പോസ്തലനായ പൗലോസിന് തന്റെ സഹവിശ്വാസികളെ ഓർത്ത് കാണുവാൻ തോന്നുള്ളത്. എൻ്റെ സഹവിശ്വാസികളെ എനിക്കൊന്ന് കാണണം. ഈ ഒരു തൽപരത, ഈ ഒരു ആഗ്രഹം പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു താല്പര്യം, അതെ, സഹവിശ്വാസികൾ അന്യോന്യം കുറവുകൾ പറഞ്ഞ്, തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് സമയം ചെലവഴിക്കുക എന്നുള്ളതല്ല. പ്രത്യുത നമുക്കറിയാമല്ലോ, എവിടെ സ്നേഹമുണ്ടോ അവിടെ പാപം മറന്നു കളയുന്നു. പാപം മറക്കുവാൻ ഒരേ ഒരു വിഷയമുള്ളൂ, സ്നേഹിക്കുക. എവിടെ സ്നേഹമുണ്ടോ അവിടെ പാപത്തെ നമ്മൾ മറന്നു കളയുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ നാം അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം പ്രാർത്ഥനയിൽ നാം കൈകോർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആത്മീയമായിരിക്കുന്ന ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിപ്പാൻ കഴിയും. നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി. അപ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, നിങ്ങളെ എനിക്കത് കാണണം. കണ്ടോ ഇല്ലയോ എന്നുള്ള വ്യക്തതയില്ല. ഒരു പക്ഷികൾ കണ്ടു കാണുമായിരിക്കാം, ഇല്ലെങ്കിൽ കണ്ടോ ഇല്ലയോ എന്ന് പറയാനൊക്കത്തില്ല. ഏതായാലും രണ്ടാമത്തെ തന്റെ ആവശ്യകത ദൈവം പൂർത്തീകരിച്ചു കൊടുത്തു. നിങ്ങളുടെ ഇനിയും നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുക. അപ്പോൾ വിശ്വാസം ഉണ്ട്, എന്നാൽ ആ വിശ്വാസത്തിന്റെ കുറവുണ്ട്. ആ വിശ്വാസത്തിന്റെ കുറവ് തീർക്കണം. എന്താണ് വിശ്വാസത്തിന്റെ കുറവിന്റെ കാരണം? നമുക്കറിയാം, ഈ തെസ്സലോനിക്കയിലെ 1, 2 വേദഭാഗങ്ങൾ വായിക്കുമ്പോഴൊക്കെയും പറയും, അവർ ഞങ്ങൾ എന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനെന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് അവിടെ നമുക്കൊരു വിഷയം, ഒരു സന്ദേശം നമുക്കുണ്ട്. ഞങ്ങൾ എന്നാണ് പറയുന്നത്. ഇവിടെ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ആ നേതൃത്വം ഏറ്റെടുക്കാമായിരുന്നു. ഇല്ല, അങ്ങനെയല്ല. ഒരു സഭയില് ഞാനെന്നുള്ളതല്ല, ആ ഞാനെന്നുള്ളത് വെട്ടിയിട്ട് ഞങ്ങൾ എന്നാക്കിയിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങൾ ഒത്തൊരുമിച്ച് ഞങ്ങൾ ഒന്നിച്ച്
അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിക്കും എന്നതിന് പകരം ഇവിടെ നമുക്കറിയാം, റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയും ഞങ്ങൾ, നിങ്ങൾ, ഞങ്ങൾ, നിങ്ങൾ, നിങ്ങൾ, ഞങ്ങൾ, ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 3 പേരായിരിക്കാം, സിലിയാനോസും അതുപോലെ തീമോത്തിയോസും പൗലോസുമാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഞങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ മറ്റുള്ളവരുടേത് കൂടുതൽ എടുത്തു കാണിക്കുന്നില്ലെങ്കിൽ തന്നെയും പൗലോസ് പറയുമ്പോൾ ഞങ്ങൾ, ഇത് നമുക്ക് ആവശ്യമാണ്. ഈ ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ലഭിക്കുകയുള്ളൂ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. അതൊന്ന്. രണ്ടാമതായിട്ട് ഇവർ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടത, പ്രയാസം വളരെയാണ്. ഒന്നാമത്തെ തന്റെ ആഗ്രഹം മുഖാമുഖം കാണണം എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് കണ്ടോ ഇല്ലയോ. മൂന്നാമത്തെ മിഷനറി യാത്രയിൽ ഒരുപക്ഷെ ആ ഭാഗത്തൂടി കടന്നുപോയി എന്ന് പല രേഖകളും ഉണ്ട്. എന്നാൽ യഥാർത്ഥമായിട്ട് തെസ്സലോനിക്ക വിശ്വാസികളുമായിട്ട് അവിടെ സഭയിൽ പോയോ ഇല്ലയോ എന്നുള്ള വ്യക്തതയില്ല. എന്നാൽ അതിൽ നിന്ന് ഒരു സന്ദേശം നമുക്കുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ പലതും ദൈവം അതിന് മറുപടി തന്നില്ല എന്ന് വരും. തന്റെ ആഗ്രഹമായിരുന്നു വിശ്വാസികളെ കാണണം, മുഖാമുഖമായി കാണണം എന്നുള്ളത്. അഥവാ കണ്ടില്ലെങ്കിൽ തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ പലതുണ്ട്, പലതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നും അനേക കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിനൊരു 100% ഗ്യാരണ്ടി നാം ഇത് ചെയ്യരുത്. 100% നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും ഉത്തരം ലഭിക്കും എന്നുള്ളത് യാതൊരു ഇതുമില്ല. ദൈവത്തിനൊരു ഹിതമുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിക്ക് അനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ, എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ വെക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്, അത് നമ്മൾ ചെയ്യണം. പൗലോസ് അപ്രകാരമാണ് ചെയ്തത്. നിങ്ങളെ മുഖാമുഖമായി കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ വിശ്വാസത്തിന്റെ കുറവ് തീർത്തോ എന്ന് നമുക്ക് നോക്കാം. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 3-ാം വാക്യം, ഇവരുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാനായിട്ട് പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് വിശ്വാസം വർദ്ധിച്ചു കിട്ടിയോ? 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം അത് ഇപ്രകാരമാണ്: സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. ആളാമ്പൽ നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകയും വരികാൽ ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. ഏതൊരു വിഷയത്തെക്കുറിച്ചാണ് പ്രാർത്ഥിച്ചത്, ആ വിഷയത്തില് അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നത് കാണുവാൻ, അത് ഒരു കത്ത് മുഖാന്തരം അവരെ അറിയിക്കുവാൻ തക്കണം. അവർ എൻകറേജ്മെന്റ് കത്ത് എന്ന രീതിയിൽ അവർക്ക് എഴുതുവാൻ തക്കണം ദൈവം സഹായിച്ചു. ഇങ്ങനെ വിശ്വാസത്തിന്റെ കുറവ് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? അതിന്റെ 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ വിശ്വാസത്തിന്റെ കുറവ് വരാൻ കാരണമുണ്ട്. ഒരുപക്ഷെ നമ്മുടെയും ജീവിതത്തില്, മഞ്ഞാടി സഭയിലുള്ള പ്രിയ വിശ്വാസികളുടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഈ വിശ്വാസത്തിന്റെ കുറവ് വരാൻ കാരണമുണ്ട്. അതിനെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-ാം വാക്യത്തില്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്ന് പറഞ്ഞാൽ, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നു. സാധാരണ കഷ്ടമല്ല. തെസ്സലോനിക്ക വിശ്വാസികളുള്ള പ്രിയപ്പെട്ടവർ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മൾ ബഹുകഷ്ടം ഒന്നും സഹിച്ചിട്ടുണ്ടോ? ഒരു പനി വന്നതാണോ? അല്ലെങ്കിൽ 1-2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതാണോ ബഹുകഷ്ടമായിട്ട് നാം കരുതുന്നത്? അല്ല. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും, അങ്ങനെയെങ്കിൽ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ വലിയ വലിയ കഷ്ടങ്ങൾ, പോരാട്ടങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന് ഒരു ഭയമുണ്ട്. എന്റെ വിശ്വാസികൾ ഒരുപക്ഷെ ഈ വിധത്തിലുള്ളതായിരുന്ന ബഹുകഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തങ്ങളെ വിശ്വാസത്തിലെ കുറവ് സംഭവിക്കുമോ, വിശ്വാസത്തിൽ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ടോ, അത് ഓർത്തുകൊണ്ടാണ് താൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതിന്റെ 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമുക്കത് വായിക്കാം. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം അത് ഇപ്രകാരമാണ്: നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുൻപ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ, ഇവിടെ നോക്കുക, ഞങ്ങൾ, നിങ്ങൾ, പല ആവർത്തി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഈ വിധത്തിലുള്ളതായിരിക്കുന്ന കഷ്ടം സഹിക്കേണ്ടി വരും എന്നുള്ളത്. അങ്ങനെയുള്ളതായിരിക്കുന്ന കഷ്ടത എന്തുകൊണ്ടാണ് വരുന്നത് പ്രിയരെ? ഈ കഷ്ടതയാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ വെളിയിൽ
കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രോസിക്യൂഷൻ കടന്നു വരുമ്പോൾ, ഉപദ്രവങ്ങൾ നേരിടുമ്പോൾ, രോഗാവസ്ഥയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ വാസ്തവത്തിൽ ഞാൻ ആരാകുന്നു എന്നുള്ളത് വെളിയിൽ കാണണമെങ്കിൽ ഈ വിധത്തിലുള്ളതായിരിക്കുന്ന പ്രോസിക്യൂഷൻ, ഈ വിധത്തിലുള്ളതായിരിക്കുന്ന സഫറിങ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോസഫ് തന്റെ സഹോദരന്മാരെ സ്നേഹിച്ചു, തന്റെ സഹോദരന്മാരോട് അവൻ ക്ഷമിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? വാസ്തവത്തിൽ വേണമെങ്കിൽ യോസേപ്പിന് ഒരു റിവെഞ്ച് എടുക്കാമായിരുന്നു തന്റെ സഹോദരന്മേൽ, കാരണം താൻ വലിയൊരു പോസ്റ്റ് പദവിയിലാണ് ഈ സമയത്ത്. എങ്കിലും തന്റെ കഷ്ടത, താൻ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടത തന്നെ ഒരു പാഠം പഠിപ്പിച്ചു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്റെ ശത്രുക്കളായ സഹോദരന്മാരെ സ്നേഹിക്കണം. തന്റെ ശത്രുക്കളായ സഹോദരന്മാർ തന്നോട് ചെയ്തതായിരിക്കുന്ന പ്രവൃത്തി തന്നെ തനിക്ക് ക്ഷമിക്കണം. ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ഒരു പാഠം തന്റെ കഷ്ടത തന്നെ പഠിപ്പിച്ചു. പ്രിയരെ, ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മെ ഏതോ വിഷയം ദൈവം നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് അതിനൊരു റിവെഞ്ച് എടുക്കുക എന്നുള്ളതല്ല. നമുക്ക് വേണേൽ റിവെഞ്ച് എടുക്കാം, എന്നാൽ റിവെഞ്ച് എടുക്കുക എന്നുള്ളതല്ല, അതിന് പ്രതികാരം കാട്ടുക എന്നുള്ളതല്ല. പിന്നെയോ ആ വ്യക്തിയോട് നമുക്ക് സ്നേഹം കാണിക്കണം. ആ വ്യക്തി ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ഏത് കാര്യങ്ങൾക്കും നമ്മൾ ആ വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കണം. ഈ വിധത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നത്. ഒരുപക്ഷെ ഈ കഷ്ടത ഈ കഷ്ടത മുഖാന്തരം വിശ്വാസത്തിൽ കുറവ് വരുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് വളരെ സുന്ദരമായിരിക്കുന്ന ഒരു പ്രാർത്ഥന തെസ്സലോനിക്ക 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് മുൻപോട്ടുള്ളതായിരിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വളരെ ആവശ്യമാണ്. നമുക്കും രാവും പകലും നമുക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ വേറെ ആഹാരം പോലും കഴിക്കാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. നാം രാവും പകലും എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് നാം പോകുമ്പോഴും വരുമ്പോഴൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടേതായിരിക്കുന്ന ആ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സഹവിശ്വാസികൾ, ഓരോരുത്തരുടെയും വിശ്വാസികളുടെ പേരെടുത്ത്, കൊച്ചുമക്കളുടെ പേരെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം ചിലവഴിക്കണം. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതാണ് രാവും പകലും ഉള്ളതായിരിക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് വളരെ താല്പര്യമായിട്ട് ഒരു ആചാരം എന്നുള്ള രീതിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് എന്നാൽ പ്രാർത്ഥിക്കണമല്ലോ ആ രീതിയിലുള്ള അല്ല. പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് നമുക്ക് ഇന്നത്തെ സമയത്ത് ഈ സാഹചര്യത്തിൽ നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായി പഠിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ട ഒരു വലിയൊരു പാഠമാണ്. അതായത് താല്പര്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ദൈവം ഈ വാക്കുകൾ കൂടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ, മുൻപോട്ട് ഉള്ള ജീവിതത്തിൽ അത് കാണുവാൻ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.